ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദുബായിലാണ് കേട്ടോ ഉള്ളത്, ഷാർജയിൽ. അങ്ങനെ നമ്മൾ വന്ന ദിവസം തന്നെ വൈകിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ മറിയോ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. നമ്മൾ ആദ്യം അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം 7:30-8 മണിയൊക്കെ ആവും കേട്ടോ, രാത്രി സൺലൈറ്റൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഷാർജയുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടെ ചേച്ചിയുണ്ട്, കുട്ടികളുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ, ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഷാർജ ബസ് സ്റ്റാൻഡിൽ വന്നപ്പം, അബുദാബിയിൽ നിന്ന്. അപ്പോൾ ഒരു പൂച്ച എല്ലി ഗമയിലിരിക്കുന്നുണ്ടോ. വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വൈകിട്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നേരെ ഇരുട്ടാനൊക്കെ ഒത്തിരി ഇതാവും. അതുപോലെ നമുക്ക് ദുബായിലാണെങ്കിൽ നൈറ്റ് ലൈഫാണ് കേട്ടോ കൂടുതലും നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നത്. പകലിവിടെ ഭയങ്കര ചൂടാണ്. അതുമാത്രമല്ല ഈ ബിൽഡിങ്ങിലൊക്കെ ലൈറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ കാണാനൊരു അടിപൊളി. അപ്പോൾ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നമുക്ക് നമ്മുടെ വിവേകാനന്ദ പാറ ഓർമ്മ വരില്ലേ. അപ്പോൾ ദൂരെ കണ്ടത് ഒരു കപ്പലായിരുന്നു കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിവേകാനന്ദ പാറയുടെ അവിടുത്തെ ഒരു സൺസെറ്റ് പോലെ തോന്നും. അപ്പോൾ ഇത് കടലിൻ്റെ ഒരു പോർഷനാണ്, ഒരു ലേക്ക് പോലെ. പക്ഷേ ലേക്കല്ല, കടലിൻ്റെ തന്നെ ഒരു പാസേജ് പോലെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ ഒരു സ്പീഡ് ബോട്ട് അല്ല, ഈ സംഭവത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പോൾ അത് ഈവനിങ്ങിൽ ഓരോരുത്തർ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അവരിങ്ങനെ ഓടിക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ വർണ്ണപ്പകുട്ടല്ലല്ലോ, വർണ്ണക്കാഴ്ചകൾ സിനിമയിൽ നമ്മുടെ മോഹൻലാലും മീനയും കൂടെ ഉള്ളൊരു സോങ് ഇല്ലേ, നമ്മുടെ വെള്ളി നിലത്തുള്ളികൾ, ആ ഒരു സോങ്ങാണ് കേട്ടോ. ഇത് എവിടെ കണ്ടാലും എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് നേരിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട്, നെടുമ്പാശ്ശേരിയൊക്കെ ആണെങ്കിലും ഒരു ടൈം ഗ്യാപ്പ് വെച്ചിട്ടായിരിക്കും നമുക്ക് കുറേ ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും, അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഏത് സൈഡിലോട്ട് നോക്കിയാലും ഇഷ്ടം പോലെ ഫ്ലൈറ്റാണ്. കാരണം ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷാർജ, ഈ ലേക്കിൻ്റെ അപ്പുറം കാണുന്ന ആ സൈഡ് ദുബായ് ആണ് കേട്ടോ. അപ്പോൾ 2 എയർപോർട്ട് ഇവിടെ വരുന്നുണ്ട്, ദുബായ് എയർപോർട്ട്, ഷാർജ എയർപോർട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ആകാശത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരുടെ ക്യാമറയിലൊന്ന് വന്നതാണ് എല്ലാവരെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ്, 2 കുട്ടികൾ. അങ്ങനെ അവിടെ കുറച്ച് നേരം നമ്മൾ നിന്നു. നമ്മൾ ചെന്ന കറക്റ്റ് സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സൂര്യൻ കടലിലേക്ക് പോയി. അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ചേച്ചിയൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഒരു കോർണിഷ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. അവിടെ കുറച്ച് അടിപൊളിയായിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ഗാജി തന്നെ നമ്മൾ അവിടെ വിട്ടിട്ട് കാറൊക്കെ കൊണ്ടിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ആ ചേച്ചിയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ തന്നെ ആയതുകൊണ്ട് കാറിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നടക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതേ ഒരു ബിൽഡിങ് ഉണ്ടോ, അതിലിങ്ങനെ ഫുള്ളിങ്ങനെ ലൈറ്റിങ് കൊടുത്തിരിക്കുകയാണ്. ഓരോ സെക്കൻഡ് അതിങ്ങനെ ലൈറ്റ് മാറും. പക്ഷെ കുറച്ചുകൂടി ഒരു ഡാർക്ക്, അതായത് ഇരുട്ട് ആയിക്കഴിഞ്ഞാൽ അത് കാണാനൊരു എഫക്റ്റ് ഉണ്ടായിരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മളിത് നടന്ന് കോർണിഷിലേക്ക് പോകണം. അപ്പോൾ ഇവിടുത്തെ സിഗ്നൽ സിസ്റ്റം ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി 1.5 മണിക്കൂർ നിൽക്കേണ്ടി ഒന്നും വരത്തില്ല. കറക്റ്റായിട്ടുള്ള ട്രാഫിക് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നൊരു കൺട്രിയാണ് കേട്ടോ UAE. അങ്ങനെ നമ്മളിത് കോർണിഷാണ്. അപ്പോൾ കോർണിഷിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ചൂടിനൊക്കെ ഒരല്പം ശമനം ഉണ്ടെങ്കിലും നല്ല ചൂട് കാറ്റൊക്കെയാണ് കേട്ടോ അടിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഒക്ടോബർ പകുതിയൊക്കെ ആവുമെന്ന് തോന്നുന്നു നമ്മുടെ തണുപ്പൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുവരെ നല്ല ചൂടാണ്. ഇപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ ഭയങ്കര ചൂടാണ്, 51-52 ഡിഗ്രിയൊക്കെയാണ്. അപ്പം നമുക്ക് ചെറിയ കാറ്റൊക്കെ കൊണ്ട് ഈ കോർണിഷ് ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ നടന്ന് വരാൻ പറ്റും കേട്ടോ. അത് പിന്നെ കുട്ടികൾ സൈക്കിൾ ഔട്ടുന്നതുകൊണ്ട് പിന്നെ അവിടെ ഇരിക്കാനായിട്ട് ചെറിയ ഇങ്ങനെ പുല്ലൊക്കെ വെച്ചിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ കടൽ തീരത്തോടെ, അതായത് ഇത് കടൽ തീരമല്ല, അതിൻ്റെ ഒരു പാസേജാണ് കേട്ടോ കടലിൻ്റെ തന്നെ. നമുക്കിത് ലേക്കെന്ന് വിളിക്കാനും പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ലേക്ക് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് അല്ല, ഇത് കടലിൻ്റെ തന്നെ ഒരു പാസേജ് ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയിരിക്കുന്നതാണ്. ചെറിയതായിട്ടുള്ളൊരു കുഞ്ഞു തിരമാല പോലെ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ.
നമുക്കിവിടെ എന്തായാലും ധൈര്യമായിട്ട് നടക്കാം. കാരണം നമ്മുടെ നാട്ടിലെ ബീച്ചിലൊന്നും ഇപ്പോൾ ധൈര്യമായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ആൾക്കാരെല്ലാം വൃത്തികേട് കാണിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും തറയെ നോക്കി നോക്കി നടക്കണം. അല്ലെങ്കിൽ എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ താറ നോക്കി നോക്കിയാണ് നടക്കുന്നത്. അപ്പോഴാണ് അവരൊക്കെ പറഞ്ഞത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സൂര്യാസ്തമയൊക്കെ കഴിഞ്ഞ് ലൈറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ്. എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിട്ട് ഒരു അടിപൊളി ഒരു ലുക്കാണ്. ഇവിടെ പുല്ലൊക്കെ വെച്ചിട്ട് ഒരു സ്ലോപ്പ് പോലെ സംഭവം ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ നേരത്തെ വന്നപ്പോൾ പിള്ളേരൊക്കെ കയറി ഇങ്ങനെ മുകളിൽ നിന്ന് സ്ലൈഡ് പോലെ ഇങ്ങനെ താഴോട്ടൊക്കെ നിരങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പം സെൽഫി ക്യാമറയിൽ എടുത്തപ്പോൾ എന്തോ ഒരു ഇരുട്ട് പോലെ കേട്ടോ. വീട്ടിൽ സെൽഫി തന്നെയാണ് എടുത്തത്. ബാക്കിലോട്ട് തിരിച്ചു പിടിച്ചിട്ട് നമ്മളെല്ലാവരും കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ ഇതാണ് കേട്ടോ ഫോട്ടോസ്. അപ്പോൾ ഇവിടെ ഒരു പാർക്ക് പോലൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇഷ്ടംപോലെ കുട്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ പിള്ളേരൊക്കെ ഈ ബീച്ചിലൊക്കെ ഇരുന്ന് മണ്ണൊക്കെ വാരി ഇതിനകത്തൊക്കെ നിറച്ചില്ല അപ്പമൊക്കെ ചുട്ട് കളിക്കില്ലേ, അതുപോലെയൊക്കെ കളിക്കുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ രാത്രിയിൽ ഈ വെള്ളത്തിലേക്ക് ഈ വെട്ടമൊക്കെ അടിക്കുമ്പോൾ നല്ല ഒരു അടിപൊളി വിഷ്വൽസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലതായിട്ട് ഇരുട്ടായതുകൊണ്ട് തന്നെ എല്ലാ ബിൽഡിങ്ങിലെ ആ ലൈറ്റിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കോർണിഷിൻ്റെ ഓരോരോ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റുകൾ പിന്നെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു പാസേജിൽ കൂടെ പോയപ്പോൾ നല്ല അടിപൊളി ചൂടായിരുന്നു. കാരണം എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല ഉള്ളു ചെറിയ കാറ്റ്. നമ്മുടെ എന്തോ ഒരു ടണലിനകത്തോടൊക്കെ നടക്കുന്ന പോലെ, ടണലാണെന്ന് തോന്നുന്നു, ഇത് മുകളിൽ കൂടെ എന്തോ റോഡോ എന്തോ ആയിരിക്കും. നമുക്ക് ഏരിയ വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് എന്താണിത് കൃത്യമായിട്ട് പറയുന്നില്ല. എന്തായാലും അതിനകത്തുകൊണ്ട് പോന്നപ്പോൾ ഇങ്ങനെ നല്ല ചൂടടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ മുകളിലിങ്ങനെ കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് നമുക്കൊന്ന് സമാധാനമായത്. പൊതുവേ ഇപ്പം നല്ല ചൂടാണ്. എവിടെ ആയാലും രാത്രിയും പകലെന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. രാവിലെ നമുക്ക് സൂര്യൻ ഉദിക്കുമ്പോഴേ നമുക്ക് നട്ടുച്ച പോലെ ചൂടാണ്. ചിലരൊക്കെ കളിയാക്കി പറയുന്ന പോലെ ദുബായിലിപ്പം നമുക്ക് രാവിലെയും വൈകുന്നേരം ഒന്നുമില്ല, ഫുൾ ആഫ്റ്റർനൂൺ ഒരു എഫക്റ്റാണ്. ഇവിടെ കൂടുതൽ റെസ്റ്റോറൻറ്റുകളുടെ ഒരു ഏരിയ ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഹോട്ടൽ, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാനൊരു ഈന്തപ്പന അടുത്ത് കാണുന്നത്. നാട്ടിലങ്ങനെ എവിടെയും ഈന്തപ്പനയുടെയൊക്കെ ഡെമോ ഒക്കെ നമ്മുടെ ലുലുവിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഈന്തപ്പന നേരിട്ട് കണ്ടില്ല കേട്ടോ. പക്ഷേ കായൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ അവിടുത്തെ സീസൺ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എല്ലാം ഇതിലും നോക്കുന്നുണ്ടായിരുന്നു ഒരു കായെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ എല്ലാം മുട്ടയടിച്ച പോലെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ റീൽസിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. നല്ലപോലെ ഇവിടെ മരമൊക്കെ നല്ലതായിട്ട് വളർന്ന് നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ മരുഭൂമിയാണെങ്കിലും ചൂടാണെങ്കിലും അവരെ നല്ലതായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റീൽസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു പാലം പോലെ ഉണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് കിഡു ലുക്കായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു നൈറ്റ് വൈബ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കിഡിലും ലുക്കായിരുന്നു. അപ്പോൾ ഈ ലേക്കിനെ ക്രോസ് ചെയ്ത്, ലേക്കല്ല, ഈ ഒരു പാസേജിനെ ക്രോസ് ചെയ്തിട്ടൊരു പാലം പോലെയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു പള്ളിയുണ്ട്. എല്ലാം കൂടെ ഉള്ളൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ.
ബ്രിഡ്ജിൽ നിന്നും കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ആ ലൈറ്റിൻ്റെ ഒക്കെ എഫക്റ്റിൽ നല്ല കിടിലം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാറി മാറി ഓരോരോ പൊസിഷനിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫാമിലി വന്ന് അവർ ചേട്ടനോട് ഫോട്ടോ എടുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ അവർ ഫോട്ടോ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോ തന്നെ FBയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ അതിങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ വരും. ഈ ലൈറ്റ് നമ്മുടെ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഓരോ ലൈറ്റ്സ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ ഒരു ഫുള്ള് മരം ഇങ്ങനെ ആ ഒരു കളറിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്നിട്ട് അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ബാക്കിൽ ഒരു മത്തങ്ങ ഉണ്ടല്ലേ, അതിന് പുറകിലൊരു വാട്ടർ ഫൗണ്ടനുമായിട്ട് ചെറിയൊരെണ്ണം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ കുറവേണ്ടെന്ന് അറിയത്തില്ല, അത് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഫൗണ്ടൻ നിൽക്കുന്നത്. എന്തായാലും അവിടെ ഫൗണ്ടൻ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതാവുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ഈ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ താഴെ ഇങ്ങനെ ലൈറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഫുൾ മരം ഇങ്ങനെ നീല കളറിൽ ചുവപ്പ് കളറിലൊക്കെ നിൽക്കുന്നതാണ് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നേരെ ഇനി ഫ്ലാറ്റിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ചൂണ്ടിക്കാണിച്ചില്ല, നേരെ കാണുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ, ചേച്ചിയുടെയൊക്കെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ആ കോർണിഷിൽ നിന്ന് ജസ്റ്റ് ഒരു റോഡ് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ചേച്ചിയുടെയൊക്കെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ അവർ താമസിക്കുന്ന ഫ്ലാറ്റ്. അങ്ങനെ നമ്മൾ നേരെ ഇനി വിശപ്പായി ഒരു 9:30 10 മണി 9:30 അല്ല ഒരു 10 മണി 10:30 വരെയൊക്കെ നമ്മൾ അവിടെയൊക്കെ നിന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ഈവനിങ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടുതൽ ദുബായ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് പുതിയ പുതിയ വ്ളോഗുകളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കാതിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.